രാജ്യാന്തര തലത്തിൽ വൈറൽ പനിയും ശ്വാസകോശ ഇൻഫെക്ഷനും പടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കും. വൈറസ് ബാധയിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, HMPV വൈറസ് ബാധ അത് ആശങ്കയുണ്ടാക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ഇവിടെ എന്താണ്, ഏത് തരത്തിലേക്കാണ് 5 വർഷം മുൻപുണ്ടായ കോവിഡ് ബാധയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണോ ഇത് എന്നൊക്കെയുള്ള സംശയങ്ങൾ, ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യമന്ത്രി നൽകുന്നുണ്ടോ? അനുജ, ആഗോളതലത്തിൽ പ്രത്യേകിച്ചും ചൈനയിലാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വൈറസിന്റെ ബ്രേക്കൌട്ട് ഉണ്ടായിരിക്കുന്നതായി വാർത്തകൾ വരുന്നത്. ഇത്തരം ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം സ്ഥിതിഗതികൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. എന്നാൽ ഈ ഗർഭിണികളും ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ ഗുരുതര രോഗമുള്ളവരുമെല്ലാം മാസ്ക് ധരിക്കുന്നതായിരിക്കും നല്ലത്, അഭികാമ്യമായിരിക്കും എന്ന കാര്യവും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചൈനയിൽ വൈറൽ പനിയുടെയും മറ്റും ഈ ബ്രേക്കൌട്ട് ഉണ്ടായിരിക്കും സംബന്ധിച്ച വാർത്തകളെല്ലാം പൂർണ്ണമായും വിശ്വസനീയമാക്കണമെന്നില്ല. എന്നാൽ ആഗോളതലത്തിൽ തന്നെ എല്ലായിടത്തും മലയാളികളുണ്ട്. അവരൊക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ രോഗം പടരുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ പ്രവാസികൾക്ക് ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി നിരീക്ഷിക്കണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനം മാത്രമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല. HMPV വൈറസ് തന്നെ 2001 ഇതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകൾ രാജ്യത്ത് നടന്നതാണ്. ആ കാര്യത്തിൽ പരിശോധിക്കാൻ വേണ്ടി പര്യാപ്തമായ ലാബുകളും മറ്റും ഇന്ത്യയിലും മറ്റുമുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. HMPV പടരുന്നു എന്ന തരത്തിലേക്ക് ചൈനയിൽ അങ്ങനെ വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നാണ് പറഞ്ഞത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കും. ആശങ്ക വേണ്ടതില്ല എന്ന് മന്ത്രി പറയുന്നു. എന്നാൽ ഗർഭിണികളും പ്രായമുള്ളവരും മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്.